ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ രണ്ടാമത്തെ നോമ്പാണ്. ഇന്ന് ഞാൻ കുറച്ച് ഉഷാറാണ് കേട്ടോ. കണ്ണിൻ്റെ നീരൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, വേദന കുറവുണ്ട്. ആമൂസ് ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. സമയം 10:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എഴുന്നേറ്റ് വന്നത്. ഇന്ന് രാവിലെ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റത് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കഴിച്ചെന്നൊക്കെ വരുത്തി തീർത്ത് എഴുന്നേറ്റു കേട്ടോ. ഇതിപ്പോൾ രാവിലെ കുട്ടികൾ 3 പേർക്കും ഉണ്ടാക്കുന്ന ഫുഡാണ്. പനിയൊക്കെ ആയതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് വയ്യാത്തതുകൊണ്ട് രാത്രി ഉറക്കവുമില്ല. അവരെപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങുമ്പോൾ ആണ് ഞങ്ങളും ഉറങ്ങുന്നത്. അതാണ് ഒരു ടൈം മാനേജ്മെൻറ്റ് ശരിയാവാത്തത് കേട്ടോ. അലാറം പോലും കേൾക്കുന്നുണ്ടായില്ല. ആർക്കും തന്നെ ശരിയായിട്ടുള്ള ഉറക്കമോ വിശ്രമമോ ഒന്നും ലഭിക്കുന്നില്ല. ആരും തന്നെ നോമ്പ് വിടാൻ ഒരുക്കമല്ല. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണ് ഇപ്പോൾ പോകുന്ന പോക്കെ. അങ്ങനത്തെ നമ്മുടെ പാമൂസിനും ഐദൂസിനുമുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ റെഡി ആയപ്പോഴേക്കും ഐദൂസ് ദാ എഴുന്നേറ്റ് വന്നു. പിന്നെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു. ഐദൂസ് മാത്രമല്ല, ദേ ഇവിടെ ഒരാൾ ഒളിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കാണിച്ചു തരാവേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ മെയിൻ കാര്യം ഉമ്മാമനെ കാണാൻ പോകണം. ഒരു 3-4 ദിവസമായി ആളെ കണ്ടിട്ട്. ഇന്ന് എന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ. ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടും നടക്കാൻ വയ്യാത്തത് കൊണ്ടും മാറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നും വൈകിട്ട് 5 ദിവസം നമ്മളെല്ലാവരും കൂടി ഉമ്മാമനെ കാണാൻ പോണതാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്ന കുഞ്ഞുമ്മാൻ്റെ വീടാണ്. കുഞ്ഞുമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ ഉമ്മാമ. പിന്നെ ദേ നമ്മുടെ റോഡ് കണ്ടോ, ഉമ്മയും മാമിയും ഒക്കെ ചേർന്ന് നല്ല വൃത്തിയാക്കി തൂത്തിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ചേലുണ്ട്. പിന്നെ ദേ നമുക്ക് കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഉമ്മാമനെ കാണാൻ പോണത്. ഉമ്മാമക്ക് കൊടുക്കാനല്ല കേട്ടോ. ഉമ്മാമ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് തരും. അതുകൊണ്ട് തിരിച്ചു പോരാം. എന്തൊരു വെയിലാന്നറിയോ. സൂര്യൻ നമ്മുടെ ഉച്ചിയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാവേ. ഇതേ നോക്കിയേ. അപ്പോൾ ചക്ക നമുക്കൊരു കിട്ടാക്കനിയാണേ. വാനരശല്യത്തിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ. നമ്മുടെ ഈ നാടിൻ്റെ പേര്, പ്രോപ്പർ പേര് മാവ് നിന്ന പച്ച എന്നാണ് കേട്ടോ. ഇപ്പോൾ മാവുകൾ മാത്രമേ ഉള്ളൂ. മാങ്ങയും ഇല്ല, തേങ്ങയും ഇല്ല, ചക്കയും ഇല്ല. കായ്കനികളില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ മരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാനരന്മാർ മൊത്ത കായ്കളും നശിപ്പിച്ച് കളയും. വെയിലത്ത് ചെക്കനെ കൊണ്ട് നടന്നു വന്നതിന് വഴക്ക് പറയാണേ. അത് കേട്ടപ്പോൾ ചക്ക അങ്ങ് ഏൽപ്പിച്ചു, ഇരുന്ന് ജോലി ചെയ്യട്ടെ. കുഞ്ഞുമാൻ്റെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. വർക്ക് ഏരിയയും ബാത്റൂമും ടോയ്ലറ്റൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണികളിലൊക്കെയാണ് കുഞ്ഞുമ്മ. അതാണ് ഈ പരിസരത്തൊന്നും കാണാനില്ല. പിന്നെ എൻ്റെ പൊന്നുമോൻ, ഞാൻ ഫോൺ കൊടുക്കാത്തത് കൊണ്ട് ദാ ഇവിടെ വന്ന് കുഞ്ഞുമ്മയുടെ ഫോൺ എടുത്ത് വെച്ച് കാണൽ തുടങ്ങിയിട്ടുണ്ട്. എന്തോന്ന് അങ്ങനെ കുറേ നേരം ഉമ്മാമാരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ചക്കതെ ക്ലീനായി കിട്ടി. ഇനി നമ്മൾ ഈ ചക്കയും ചക്കയുടെ മടലും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ഇനി ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ചു നിസ്കരിച്ചു, കുറച്ച് ഓതാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ച് പണിയുണ്ട്. ഞാൻ നേരത്തെ മേടിച്ച് വെച്ച ചട്ടികളാണേ. താഴെ ഇരുന്നപ്പോൾ ഐദൂസ് ഉരുട്ടി കളിക്കാൻ തുടങ്ങി. ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടെടുത്ത് മുകളിലേക്ക് വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ പെറ്റൂണിയുടെ പ്ലാന്റ് കുറച്ച് വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നട്ടു. നമ്മുടെ ഹാങ്ങിങ് ഗയുടെ ചുവട്ടിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് പൂക്കട്ടെന്നേ. അങ്ങനെ കുറേ നേരത്തെ ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായിട്ടോ. പക്ഷേ ഇനി ഒരു കുഞ്ഞു പണിയും കൂടെ ബാക്കിയുണ്ട്. അത് നമ്മുടെ റോസ് പ്ലാന്റ് കുറേ വയസ്സം പൂക്കളുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാലേ യുവാക്കൾക്ക് കടന്നു വരാൻ പറ്റൂ. അതുകൊണ്ട് ദേ നമ്മൾ മുട്ടയടിച്ച് നിർത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന പൂ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വയസ്സായി നരച്ച് പോയിട്ടുണ്ടെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കളയാൻ തോന്നിയില്ല. എടുത്തതേ അതേ ചട്ടികളുടെ ചുവട്ടിൽ ഇങ്ങനെ വച്ചു കൊടുത്തു. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇനിയുള്ളത് ദേ ലാസ്റ്റ് പൂത്ത ഈ ഒരു പൂവാണ് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. ഇതിന് കുറച്ച് നിറമൊക്കെ ഉണ്ട്. ഏകദേശം വലിയൊരു പൂവാണ്. അങ്ങനെ പഴയ എല്ലാ പൂക്കളെയും ഒഴിവാക്കി പുതിയ പൂക്കൾക്കും മുട്ടുകൾക്കുമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് നമ്മൾ കിച്ചണിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇന്നലത്തെ പോലെ പണി വാളും. ഇന്നലെ നമ്മൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുകയോ ഫുഡ് കഴിക്കുകയോ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും ഒൺലി കഞ്ഞിയായിരുന്നു. ഇന്ന് എന്തായാലും ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയാണ് വന്നത് താഴേക്ക്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞനിയൻ ആക്സിഡൻറ്റ് പറ്റി മെഡിക്കൽ കോളേജിലാണെന്നൊക്കെ അറിഞ്ഞു. അപ്പോഴേക്കും ആ മൂടങ്ങ് മാറി എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയെന്നായി.
പുതിയ പദ്ധതി എന്ന് പറയുന്നത് തണ്ണിമത്തൻ ജ്യൂസാണ്. തണ്ണിമത്തൻ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഓൺലി തണ്ണിമത്തൻ മാത്രമേ ഉള്ളൂ. പഞ്ചസാര, വാട്ടർ, ഐസ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉമ്മച്ചി, അനിയത്തിയും പിള്ളേരും കൂടി ഉമ്മാമനെ കാണാൻ പോയിരിക്കുകയാണേ. അവരുടെ യാത്ര വൈകുന്നേരമാണ്. ഞാൻ രാവിലെ തന്നെ പോയിട്ട് വന്നു. ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെക്കുമ്പോഴേക്കും അവർ വന്നോളും. പിന്നെ ബാക്കി പണിയൊക്കെ അവർ നോക്കിക്കോളും. എൻ്റെ ജോലിയൊക്കെ നേരത്തെ തീർത്ത് വെച്ചാൽ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. അതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാൻ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെത്തിയിട്ടോ. ദേ ചായയും അടുപ്പിലാക്കി. ഇന്ന് അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ ആരോ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർത്തത്. ഒരു കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ ഞാനാണ് എല്ലാ തവണയും എല്ലാവരുടെയും ബർത്ത്ഡേകളും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും ഒക്കെ ഓർത്ത് വെക്കാറ്. പക്ഷെ എന്തു പറ്റിയാവോ, എൻ്റെ ഓർമ്മശക്തിക്ക് എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ പിള്ളേരെല്ലാവരും നോമ്പ് തുറക്കാനുള്ള ആവേശത്തിലാണ്. അവർക്ക് 3 പേർക്കുമാണ് ഈ വീട്ടിൽ നോമ്പുള്ളത് കേട്ടോ. ആവേശം കണ്ടില്ലേ. അങ്ങനെ ദേ ബാങ്ക് കൊടുക്കാറായപ്പോഴേക്കും നമ്മുടെ പാത്തൂസിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാം നിരത്തിയൊക്കെ വെച്ച് ഇനി പോയി നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.